നമസ്കാരം. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇപ്പോൾ അടപടലം തേഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. എവിടെ തിരിഞ്ഞാലും വെടിയും പുകയും. ഇതാണ് ഇപ്പോഴത്തെ ഇറാന്റെ അവസ്ഥ. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇറാനെ അമേരിക്കയും ആക്രമിക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ വരുന്നു. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ എല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് വിവരം. ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിച്ചേക്കുമെന്ന സൂചന നൽകിയ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ, ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലം കൊല്ലാൻ പദ്ധതിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ കുറിച്ചാണ്. ഇതിൽ നിന്നും ഖമേനിയെ കൊല്ലാൻ അമേരിക്കയും താല്പര്യപ്പെടുന്നു എന്ന സൂചനകളാണ് വരുന്നത്. നേരത്തെ ഖമേനിയെ തീർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചിരുന്നു. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വൻ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. മധ്യപൂർവ്വ ദേശത്ത് യുഎസിന്റെ 40,000 സൈനികരും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമുണ്ട്. അതേസമയം യുഎസിൽ നിന്ന് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനാണ് സൂചന. യുഎസിന്റെ തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് അറിയാമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ആയത്തുള്ള ഖമേനിയുടെ ഒളിയിടം എവിടെയാണെന്ന് വ്യക്തമായി അറിയാം. അദ്ദേഹം എളുപ്പമുള്ള ലക്ഷ്യമാണ്. എന്നാൽ അദ്ദേഹത്തെ തൽക്കാലം വധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിരുപാധികം കീഴടങ്ങുന്നതാണ് ഇറാന് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ആക്രമണത്തിൽ യുഎസ് പങ്കുചേരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കാനഡയിൽ G7 ഉച്ചകോടിയുടെ സമാപനത്തിന് നിൽക്കാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് അഭ്യൂഹങ്ങൾ ഉയർത്തിയിരുന്നു. വെടിനിർത്തൽ ധാരണയുണ്ടാക്കാനാണ് ട്രംപ് വേഗം മടങ്ങിയതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞെങ്കിലും ട്രംപ് ഇത് നിഷേധിച്ചു. അതിനുശേഷമാണ് യുദ്ധത്തിൽ പങ്കാളിയാകുമെന്ന സൂചനകളുമായി ട്രംപ് പ്രതികരണം നടത്തിയത്. അതിനിടെയാണ് മധ്യപൂർവ്വ ദേശത്തേക്ക് യുഎസ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കമെന്നാണ് ഏറെ ശ്രദ്ധേയം. F-60, F-22, F-35 യുദ്ധവിമാനങ്ങളാണ് യുഎസ് വിന്യസിക്കുന്നതെന്നാണ് സൂചന. വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും സൂചനയുണ്ട്. ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചു. ഇസ്രായേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാണിതെന്നാണ് സൂചന. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പെന്റഗൺ തയ്യാറായില്ല. മധ്യപൂർവ്വ ദേശത്തുള്ള യുഎസ് സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നീക്കമെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. അതേസമയം ഖമേനി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. സുരക്ഷയെ കരുതി ഖമേനിയെ ഇറാൻ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഖമേനിയെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചിരുന്നവരിൽ 5 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ഖമേനിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മേധാവി ഹുസൈൻ സലാമി, IRGCയുടെ വ്യോമസേനാ മേധാവിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലതൊട്ടപ്പനുമായ അമീർ അലി ഹാജി സഹായിദ്, IRC ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസീമി എന്നിവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.